ഇവിടെ ഇവിടെ ഒരു KPCC പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോഴും KPCCയുടെ പ്രസിഡന്റാണ്, കെ സുധാകരൻ. അദ്ദേഹമാണ് പറഞ്ഞത്, ഞാൻ RSSന്റെ ശാഖയ്ക്ക് കാവൽ നിൽക്കാൻ ആളെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ LDFും UDFും അല്ലാതെ മൂന്നാമതൊരു ഓൾട്ടർനേറ്റീവ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നിയാൽ BJPയിൽ പോകും, എന്നെ തടയാൻ ആർക്കും കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് വീരവാദം പറഞ്ഞയാൾ KPCCയുടെ പ്രസിഡൻ്റായിട്ട് ഇരിക്കുകയാണ് കെ സുധാകരൻ. ആ സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ BJPയിലേക്ക് പോകില്ല എന്ന് ഈ നാട്ടുകാർ വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങ് വിശ്വസിക്കാം. പിന്നെ ഒരു കാര്യം കൂടി, ഇവിടെ അല്ല ഒന്ന് വേഗത്തിൽ, പിന്നെ ഇവിടെ ഈ ചോദ്യത്തിൻ്റെ ഭാഗമായി ഉന്നയിച്ച കാര്യം, അതായത് ഇടതുപക്ഷത്തിൻ്റെ നിലപാട് എന്ത് എന്നുള്ളതാണ്. ഇടതുപക്ഷം ആരെ പിന്തുണയ്ക്കുമെന്നാണ്. ഇത് 2024 തെരഞ്ഞെടുപ്പാണ്. ഇതേപോലെ നമ്മൾ ഒത്തുചേർന്ന ഒരു തെരഞ്ഞെടുപ്പുണ്ടായിരുന്നു. BJP എന്ന അപകടം രാജ്യത്ത് വരുന്നു എന്ന ഭീഷണി ഉയർന്ന 2004 ഇതുപോലെ നേർക്കുനേർ മുന്ന് ഏറ്റുമുട്ടി. ഞങ്ങൾക്കെതിരെ പറയാവുന്ന സകല ആരോപണങ്ങളും പറഞ്ഞു, ഞങ്ങളെ തോൽപ്പിക്കാനുള്ള സകല അടവുകളും മെനഞ്ഞു, ഞങ്ങളെ അപമാനിച്ചു. പക്ഷേ ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് ചെന്നപ്പോൾ അവിടെ BJP എന്ന അപകടത്തെ ചെറുക്കാൻ കേരളത്തിൽ നിന്ന് 18 MP തെരഞ്ഞെടുക്കപ്പെട്ടു. ഇടതുപക്ഷത്തു നിന്ന് 18 പേരും തങ്ങളെ അപമാനിച്ചവരാണെങ്കിൽ പോലും അവർ വെച്ച് നീട്ടി അധികാരം വേണ്ട എന്ന് പറഞ്ഞ് പിന്തുണച്ചു. പകരം വേണ്ട എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു പൊതു മിനിമം പരിപാടി. ആ പൊതു മിനിമം പരിപാടിയിൽ ഒന്നാമത്തെ അജണ്ട ദേശീയ തൊഴിലുറപ്പ് പദ്ധതി. അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളും, പാർലമെന്റിൽ BJPയെ പ്രതിരോധിക്കും. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്ക് ഞാൻ മറുപടി പറയാൻ കേട്ടോ, ആരും തെറ്റിദ്ധരിക്കണ്ട. എനിക്ക് ഈ മാഷ് ഒരു കടലാസിലുള്ള ലിസ്റ്റ് വായിച്ചതുപോലെ വായിക്കാൻ മുഖ്യമന്ത്രിമാരുടെ മാത്രം ലിസ്റ്റ് ഉണ്ട്. കോൺഗ്രസിന്റെ ഒരു കടലാസിലെ ലിസ്റ്റ് മുഖ്യമന്ത്രിമാരുടെ മാത്രം. ഞാനെന്താ പ്രശ്നം എന്ന് അറിയോ, ഞാനത് പറയാൻ നിന്നാൽ ഈ ചർച്ച വൈകി പോകും. ഒരു കാര്യം മനസ്സിലാക്കേണ്ട, ഞാൻ പറഞ്ഞല്ലോ 5 സ്ഥാനാർത്ഥികൾ 13 മുഖ്യമന്ത്രി. CPMന്റെ നേതാക്കന്മാർ BJPയിലേക്ക് പോകില്ല. കഴുത്തിന്റെ താഴെ അങ്ങ് വെട്ടി താഴെ ഇട്ടാലും BJPക്കെതിരായി ഞങ്ങൾ നിലപാട് സ്വീകരിക്കും. അതാണ് CPM. ഒരു ഗഗൻ മുർമു ഇല്ല. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആളുകൾ എവിടെ പോകുന്നു എന്നുള്ളതല്ല ചോദ്യം. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആളുകൾ എവിടെ പോകുന്നു എന്നുള്ളതല്ല ചോദ്യം. പാർട്ടിക്കകത്ത് നിന്ന് നിങ്ങളുടെ മനു അഭിഷേക് സിംഗ്വി പറഞ്ഞെന്താണ്, രാവിലെ ഒപ്പമിരുന്ന് ചായ കുടിച്ചവരാണ് വൈകുന്നേരം BJPക്ക് വോട്ട് ചെയ്ത് ഈ ആഴ്ചക്ക് മുമ്പ് BJPയുടെ MP-യെ പാർലമെന്റിലേക്ക് അയച്ചത്. പിന്നെ നിങ്ങൾ പറയൂ, എന്തിനാ ഞങ്ങളുടെ ഒരു MLA യും ഇതുവരെ റിസോർട്ടിൽ താമസിച്ചിട്ടില്ല.